പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എൻ്റെ 3 മിനിറ്റ് സ്പീച്ചിൽ ഹസ്തദാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹസ്തദാനം എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. രണ്ടാൾ കണ്ടുമുട്ടുമ്പോൾ കൈ കൊടുക്കുക എന്നത്. ഖത്താദയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ബുഖാരി ഒരു ഹദീസ് അനസ് റളിയല്ലാഹുവിനോട് ഖത്താദ റളിയല്ലാഹു ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ കൈ കൊടുക്കാറുണ്ടോ? അനസ് റളിയല്ലാഹു പറഞ്ഞു, അതെ, അത് വലിയ മഹത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മാമിൻ മുസ്ലിമൈൻ ഇൽതഖയ ഫഅഖദ അഹദുഹുമാ ബിയദി സാഹിബിഹി ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യഹ്ളറ വഅഹുമാ വലാ യുഫരിഖു ബൈന അഹ്ദിഹിമാ ഹത്താ യഗ്ഫിറ ലഹുമാ. മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ പരസ്പരം കണ്ടുമുട്ടുകയും അവരിൽ ഒരാൾ ഹസ്തദാനത്തിനായി തൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിക്കുകയും ചെയ്താൽ അവരുടെ 2 പേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലും അവരുടെ കൈകൾ വേർപിരിയും മുമ്പ് അവർക്ക് പുറത്തു കൊടുക്കലും അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ അത്രക്കും പുണ്യമുള്ള ഒരു കാര്യമാണ്. ബറാ റളിയല്ലാഹു നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗഫറല്ലാഹു ലഹുമാ ഖബല അൻ യഫ്തരിഖാ. മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ പരസ്പരം കണ്ടുമുട്ടുകയും അവൻ പരസ്പരം ഹസ്തദാനം ചെയ്യുകയും ചെയ്താൽ അവൻ പിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, തീർച്ച. അപ്പോൾ അത്രക്കും പുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ആർക്കാണ് ഹസ്തദാനം ചെയ്യേണ്ടത്? വിവാഹബന്ധം ഹറാമായവർ ഒഴികെയുള്ള സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യൽ അനുവദനീയമല്ല, അത് ഹറാമാണ്. വിവാഹബന്ധം ഹറാമായവരാരാണ്? സഹോദരന്മാർ, എളാപ്പ, മുത്താപ്പന്മാർ, അതുപോലെ തന്നെ അമ്മാമ്മമാർ, ഇവരൊക്കെയാണ് ഹറാമായ മുലകുടി ബന്ധം മുതൽ ബന്ധപ്പെട്ട ആണുങ്ങൾ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാർ, അതുപോലെ അനിയത്തിൻ്റെ മക്കൾ, പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ മക്കൾ, ആങ്ങളാരെ മക്കൾ, ഇതൊക്കെ നമുക്ക് വിവാഹബന്ധം ഹറാമായവരാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കൈ കൊടുക്കാം. അതിൻ്റെ ഗൗരവം പറയുന്നത് മഹറം അല്ലാത്തവർക്ക് കൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഇരുമ്പ് ദണ്ട് തലയിൽ തറക്കലാണ്. അത്രക്കും ഗൗരവമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പലർക്കും അത് അറിയില്ല. എളാപ്പാര മക്കൾ, മുത്താപ്പാര മക്കൾ അന്യരാണെന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയും, അവരുടെ ബൈക്കിൻ്റെ പിന്നിലൊന്നും പോകരുത്. അല്ല ടീച്ചറെ, അത് ആങ്ങളമാരല്ലേ? അപ്പോൾ ആങ്ങളല്ല, അത് ഹറാമാണ്, നിങ്ങൾക്ക് കുറ്റമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് വെൽക്കം പാർട്ടിക്കൊക്കെ നമ്മുടെ കുട്ടികൾ +2 പഠിക്കുമ്പോൾ ആദ്യം അവരെ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും കൈ കൊടുക്കുകയാണ്. പുതിയ കുട്ടികൾ വരുമ്പോൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ. അതുപോലെ തന്നെ കോളേജുകളിലും ഇന്ന് പരസ്പരം അവരുടെ കൂട്ടുകാർക്കൊക്കെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അത് ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും കടമയാണ്. അത് അവരറിയാത്തത് കൊണ്ട് ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് എന്നവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ മക്കളെ ഹറാമിൽ നിന്ന് രക്ഷിക്കണം. ഹലാലായ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപദേശമൊക്കെ അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.